Statlive ബ്ലോക്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ് എങ്ങനെ ഗ്രാഫ് വരച്ച് കാണാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മോഡ് നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് മോഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്ലാസ് ഫ്രീക്വൻസി ഡാറ്റ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് എങ്ങനെ മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെ മോഡ് കാണാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ മോഡ് കാണാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ഡാറ്റ വെച്ച് കഴിഞ്ഞ വീഡിയോയിൽ മോഡ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എത്ര കിട്ടിയത്? 25.6 അങ്ങനെ എന്താണ് മോഡ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെ കാണാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ മോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. എക്സാമിന് ചോദിക്കാറുണ്ട് ഒരു മാർക്കിനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. മോഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. മോഡ് ഈസ് ഈസി കാൽക്കുലേറ്റ്. നമ്മൾ മെറിറ്റ്സ് സാധാരണ പോലെ പറയും പോലെ എല്ലാത്തിനുള്ള മെറിറ്റ്സ് ഉണ്ട്. ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നോട്ട്സ് നിങ്ങൾക്ക് കാണാം, അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മോഡ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എൻഡ് വാല്യൂസിനെ തമ്മിൽ എക്സ്ട്രീം വാല്യൂസിനെ ഇത് എഫക്റ്റ് ചെയ്യാറില്ല. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫോർ ഓപ്പൺ ആൻഡ് എൻഡ് ക്ലാസ്സസ്. അത് എക്സാമിന് ചോദിക്കാണ്ട് ഓപ്പൺ ആൻഡ് ക്ലാസ്സിന് പറ്റുന്ന ആവറേജുകൾ അതിൽപ്പെട്ടാണ് മോഡ്. മോഡ് ഈസ് ഓൺലി the average that works with categorical data. അത് എക്സാമിന് ചില ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. കാറ്റഗറിക്കൽ ഡാറ്റയ്ക്ക് പറ്റിയ ഒരു ആവറേജ് ഏതാണ്? മോഡാണ്. കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞാൽ തരംതിരിച്ച്. ഇപ്പോൾ നമ്മൾ ഷർട്ട് ആണെങ്കിൽ ഒരു സൈസാണല്ലോ, 40-41 ആ ഇഞ്ച് സൈസാണ്. അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പിൻ്റെ പറഞ്ഞു ഓരോ കാറ്റഗറിയാണ് അല്ലേ, ഓരോ സൈസ് വെച്ചിട്ട്. അപ്പോൾ അത്തരം ഡാറ്റകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ആണ് മോഡ്. ഓക്കെ, പിന്നെ ഡിമെറിറ്റ്സ് ഉണ്ട്. അതിനൊക്കെ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് കമ്പാരിസൺ പറയാം. അതായത് മീൻ മീഡിയൻ മോഡിൻ്റെ ഒരു കമ്പാരിസൺ. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടു പോകാം. ഡെഫിനിഷൻ 3 ഡെഫിനിഷൻ എനിക്ക് കാണാം. അതുപോലെ അതിൻ്റെ കുറച്ച് പോയിന്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വേണമെങ്കിൽ നോട്ട്സ് എഴുതാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ മീഡിയൻ മോഡ് കാണാം എന്നുള്ളതാണ്. മീഡിയൻ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് ഒജീവ്സ് വരച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ മോഡ് കാണാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നമ്മൾ മുമ്പ് വീഡിയോയിൽ പഠിച്ചതാണ്. അത് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ മുകളിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് കാണാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. 0 മുതൽ നമുക്ക് ക്ലാസ് ഏജസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലാസ് വരുന്ന തരത്തിലേക്ക് 10 to 60 അല്ലേ. അപ്പോൾ അതുവരെ നമുക്കിവിടെ വേണം. 10 to 20, 30, 40, 50, 60 ഈ രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ 0 to 10 12 ആണ്. 0 to 10 അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഈ ഫ്രീക്വൻസി, നമ്പർ ഓഫ് പീപ്പിൾ അല്ലേ, ഫ്രീക്വൻസി വരണം. ഇവിടെ അതിന് വേണ്ടി നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. ഇവിടെ മാക്സിമം 27 വരെ വരേണ്ട രീതിയിൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 5. നമ്മൾ ക്ലാസ്സിൻ്റെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് വലിയ ഗ്രാഫ് കിട്ടും. എക്സ് വൈ ആക്സ് വരച്ചു. ഇനി നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലൊക്കെ ഒന്നും കിടക്കുന്നില്ല. അത് കാണാൻ ആഗ്രഹിക്കുന്ന ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ അറിയാത്തവർ ഈ ഒരു മുകളിൽ ലിങ്ക് വെച്ചിട്ട് ആ വീഡിയോ കണ്ട് പഠിച്ചിട്ട് നമുക്ക് മോഡ് കാണാൻ പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മോഡ് കാണാനെ കുറിച്ച് പറയാം. ഇനി മോഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതുപോലെ ഹിസ്റ്റോഗ്രാം വരച്ചു. ഹിസ്റ്റോഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയുള്ള 27 ആണല്ലോ. അപ്പോൾ അതിലായിരിക്കും നമുക്ക് ഏറ്റവും ഉയർന്ന ബാറ് കിട്ടുക. അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ തവണ വന്നതാണല്ലോ ഏറ്റവും മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇതിൽ നിന്ന് മോഡ് കണ്ടെത്താം. ഈ ഒരു ബാറിൽ നിന്നാണ്. കാരണം ഈ ബാർ നിൽക്കുന്ന 20 to 30 ഇതാണ് നമുക്ക് മോഡ് ഉണ്ടാവുന്ന ക്ലാസ്. നമ്മൾ മുമ്പ് ചെയ്തതാണ്. മുമ്പ് നമുക്ക് 25.6 എന്ന മോഡ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ കിട്ടും. അപ്പോൾ ഇനി കറക്റ്റ് ബോർഡ് ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ബാർ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തുള്ള ബാർ ഇതാണ് അല്ലേ, ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ടച്ച് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ കോർണറിലേക്ക് സ്കെയിൽ വെച്ചിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ തൊട്ട് ഈ അടുത്ത ബാർ ഇതാണ്. ഈ ബാർ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റാണ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ടച്ച് ചെയ്തൊരു പോയിന്റ് ഇവിടെ ക്രോസ് ചെയ്ത അല്ലെങ്കിൽ ഈ ഇൻ്റർസെക്റ്റഡ് ആയിട്ടുള്ള ഈ പോയിന്റ് ഉണ്ട് അല്ലേ. ഈ 2 ലൈനും ഇൻ്റർസെക്റ്റ് ആയി ഈ പോയിന്റ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈന് 90 ഡിഗ്രിയിൽ നമുക്ക് ഇങ്ങോട്ട് വരക്കാം.
അതായത് 30 20 സെൻട്രലായിട്ട് 25 എന്ന പോയിന്റിൻ്റെ അടുത്താണ് വരിക അല്ലേ. അപ്പോൾ നമുക്കറിയാം 25.6 കറക്റ്റ് വരിക, കാരണം നമ്മൾ 20.625 ആണ് 25.625 ആണ് മോഡ് നേരത്തെ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഗ്രാഫ്, എക്സാക്റ്റ് ഗ്രാഫാണ്. നിങ്ങൾക്ക് ഇതുപോലെ മോഡ് കാണാൻ പറ്റും, 25.6 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ മോഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. തന്ന ഡാറ്റ എന്ത് ചെയ്യുക, നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ഹിസ്റ്റോഗ്രാമിൽ ഏറ്റവും കൂടുതലുള്ള ബാറിൻ്റെ 2 സൈഡിലുള്ള ബാറിൽ ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഈ ബാറിൻ്റെ ടച്ച് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു വര വരയ്ക്കുക. അതുപോലെ തൊട്ടടുത്ത ബാറായതിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ടും ക്രോസ് വരയ്ക്കുക. എന്നിട്ട് ഇവ തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് കാണാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത്, കാരണം ഇവിടെയാണ് മോഡ് ഉണ്ടാവുക, മീഡിയൻ മോഡൊക്കെ നമ്മൾ അറിയാലോ എക്സാക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എത്രയാണോ 25.6 ആയതുകൊണ്ട് മോഡെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ മീഡിയം കണ്ടതാണ്, അതേ രീതിയിൽ തന്നെയാണ് മോഡ്. ചെറിയൊരു മാറ്റമുണ്ട്. മീഡിയം നമ്മൾ ഒജീവ്സ് വരച്ചിട്ടാണ് കണ്ടത്, അതിന് പകരം ഇവിടെ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് മോഡ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മോഡ് കാണാനുള്ള എല്ലാ മെത്തേഡും പഠിച്ചു കഴിഞ്ഞു. ഗ്രാഫിക്കലായാലും മുമ്പ് റോ ഡാറ്റ, കഴിഞ്ഞ വീഡിയോയിൽ റോ ഡാറ്റ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡാറ്റയിലൊക്കെ മോഡ് കാണാൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീൻ മീഡിയൻ മോഡ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവ തമ്മിലുള്ള കമ്പാരിസൺ പറയുന്നുണ്ട്. ഇവ തമ്മിൽ റിലേഷൻ വെച്ചിട്ട് എങ്ങനെ ആവറേജുകൾ കാണാൻ പറ്റും, എംപെരിക്കൽ റിലേഷൻ എന്ന, ഇതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്.